ഞാൻ ചെരുപ്പിടാതെ നിന്ന എന്റെ ഇത്രയും മതി. ചെരുപ്പിടാതെ നിന്നാട്ടോ. അതായത് ഇങ്ങനെ നിന്നാ എനിക്ക് ഇങ്ങനെ കാണും. എപ്പോഴും ഇങ്ങനെ അങ്ങനെ എന്ത് കാണണമെന്നാ ഉദ്ദേശിക്കുന്നത്? ശ്വാസിന്റെ ആഗ്രഹം എത്ര പിള്ളേര് വേണം? എന്തായാലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ? ഒരു ഗുജറാത്തി നെയ്മ ഗുർപ്രീത്. എന്തെന്ന്? ഗുർപ്രീത്. ആ ഗുർഗുർന്ന് വിളിക്കാൻ വേണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പായൽ. പായൽ. വേറെ ആരും വിളിക്കരുത്. പായലിനേക്കാളും നല്ലത് പൂപ്പൽ എന്നാണ്. അതിപ്പോ നടക്കുമെന്ന് അറിയില്ല, കാരണം ഇതിപ്പോ നമ്മുടെ പായൽ നടക്കൂല, തെന്നും. ഭയാനകല്ല അത്ര. പിന്നെ വേറൊരു കേസ്, 5 കയറ് വേണം. പെർഫോമൻസ് പോസ്റ്റ് തുടങ്ങി ഞങ്ങൾ അപ്പം തന്നെ നിങ്ങൾ തൂക്കിക്കൊന്നു. 5 കയറത്തിന് 6 കയറ്. അപ്പൊ നീ 6 കയറുന്നതിന് 5 കയറ് നിന്നെ റബ്ബറിലാണ്. കൊള്ളാട്ടി വീട്ടിൽ കൊണ്ട് എന്റെ ഓർമ്മയ്ക്കായിട്ട് തൂക്കിയിടണം. ബെഡ്റൂമിൽ തന്നെ വേണം. ബെഡ്റൂമിൽ അതിനകത്ത് ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ? ഇനി ഓരോ തവണ ഈ കരിക്ക് വാങ്ങി ഇങ്ങനെ ചെത്തി കഴിക്കുമ്പോഴല്ലേ ബിൻചാണിത് ഓർമ്മ വരും ഇതിന്റെ ഒരു സുഖം. ഞാൻ ഇതൊക്കെ 5ാം ക്ലാസ് മുതൽ കൊള്ളാമാണ്. കൈമാറ്റളിയാ ഒരു നാണം മാനില്ലാത്ത ബിനുവണ്ടി മാനിനെ നാണം കിടത്താ ധൈര്യം ഉണ്ടെങ്കിൽ കൈമാറ്റളിയാ വലിച്ചു തേങ്ങ 2ആയി പോയി. ബട്ടൺസും പൊട്ടിപ്പോയി. പാൻഡേലെ വെള്ളം തേങ്ങാ വെള്ളമാണേ. ഉള്ളതായിട്ടും സത്യമായിട്ടും സംശയമുള്ളവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. പാൻഡേലെ വെള്ളം തേങ്ങാ വെള്ളമാണേ. സംശയമുള്ളവർക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. സണ്ണിലിയം വന്ന സത്യം ചുമ്മാ സണ്ണിലിയം വന്നു. നീ കണ്ടില്ല? ഇല്ല. നീ കണ്ടില്ലടാ? നീ കണ്ടാ? ഞാൻ കണ്ടു. അതാണ് നിനക്കൊരു ക്ഷീണം. ലിയോണിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു ഞാൻ. പക്ഷെ എനിക്ക് സണ്ണി ലിയോണിനെ കുറിച്ച് എന്നെക്കാളും കൂടുതൽ അറിയാവുന്ന ആളാണ് നവീൻ. അപ്പൊ അവന്റെ അടുത്ത് ചോദിക്കുന്നത് അല്ല, ഞാൻ ഇതിന് മാത്രമേ കണ്ടിട്ടുള്ളൂ, ടിവിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എടാ സംസാരം ഇംഗ്ലീഷാണോ ഹിന്ദിയാണോ എന്താണ് ഭാഷ? ഒരു ഭാഷ. പിന്നെ ഓളിയം കുറച്ച് വെച്ച ഒരു ഭാഷ. എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ പുൽസ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ് വെറുതെ വീട്ടിൽ ഞെളിഞ്ഞിരുന്നിട്ട് കാര്യമില്ല, പണിയെടുക്കാൻ അറിയണം. മോൻ +1 മോൾ 7ാം ക്ലാസ്. കുട്ടിക്ക് തെറ്റി. അത് ബ്രോക്കറാണ്, അല്ലാതെ കറുത്ത കോഴി മുളക് തേച്ച് പറഞ്ഞു. എനിക്ക് ഡിഗ്രി ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ ഡിപ്ലോമ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ജോലി കിട്ടി. 18 വയസ്സിലാണ് ജോലി കിട്ടി. പിന്നെ സമയമില്ലല്ലോ എയർപോർട്ടിൽ നിന്ന്. 18 വയസ്സിൽ ജോലി കിട്ടിയോ? 18 വയസ്സിൽ എനിക്ക് ഞാൻ ഫസ്റ്റ് ജോബിൽ കയറുന്നത് എയർപോർട്ടിൽ. ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാരും ചിന്തിക്കണം. കാര്യം അതും 18 വയസ്സ് പ്രായത്തില് ഈ സുന്ദരിയായ പെൺകുട്ടി എയർപോർട്ടിനകത്ത് കൂടെ ചായ വട എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോ നമ്മളത് ഗ്രൗണ്ട് സ്റ്റാഫ് ആയിരുന്നു. അതെ, എല്ലാരും ഗ്രൗണ്ട് സ്റ്റാഫ്. പിന്നെ അല്ലാതെ എയറിൽ കൂടെ നടക്കാൻ പറ്റും. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടി താര പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് എത്ര വയസ്സായി? 34. ഓക്കെ. ഒരിക്കലും വിശ്വസിക്കില്ല. കാര്യം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഷോക്കാർഡിൽ ഇവിടെ ഫോട്ടോ ഞാൻ കണ്ടു. എനിക്ക് 42 വയസ്സുണ്ട്. 42 82 അവിടെ ഞാൻ തൊട്ടാലും കുലുങ്ങൂല എന്ന് പറഞ്ഞ അടിമാലിനും പിന്നുവടിമാലും. മേഡം വരുമ്പോ 38. മേഡം വന്നില്ലെങ്കിലോ? മേഡം വന്നില്ല ഞാൻ ഇങ്ങനെയാണ് നിൽക്കുക. മേഡം വന്നില്ലെങ്കിലോ? മേഡം വന്നില്ല ഞാൻ ഇങ്ങനെയാണ് നിൽക്കുക.
ഇവിടെ കിട്ടുമോ? You wanna me to hug you? He wanted to hug you once more. ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. എനിക്കൊരു 3 മക്കൾ വേണം. എന്നിട്ട് ഒരാളെ ഡോക്ടർ ആക്കണം, ഒരാളെ പോലീസ് ആക്കണം, ഒരാളെ വക്കീലാക്കണം. അല്ല, ഒരാളെ കള്ളനാക്ക്, ഇവർക്ക് ജോലി വേണ്ട. അല്ല, അപ്പൊ ഇനി എന്നോടൊന്നും ചോദിക്കാനില്ലേ? പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല, ഞാൻ കാണുന്ന പരിപാടി. എന്താ അപ്പൊ എന്നെ കുറിച്ചൊന്നും അറിയണ്ട. തുറന്ന് പറഞ്ഞോളൂ. സത്യം പറയണോ? അഭിപ്രായം ഒന്നുമില്ല. അല്ലല്ലേ, സെയിം പിക്ചർ.